പത്മനാഭപുരം ആസ്ഥാനമായി രാജ്യം ഭരിച്ചിരുന്ന രാജാവ് ഒരിക്കൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. നമ്മുടെ രാജ്യത്തെ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ നിലവിലുള്ള എല്ലാ തിരുമുടികളും നമുക്ക് മുന്നിൽ ഹാജരാക്കുക. ഇത് നമ്മുടെ ഉത്തരവ്. മഹാരാജാവിന്റെ ഉത്തരവ് മാനിച്ച് കേളൻ കുലശേഖര വാത്തി വെള്ളായണി അമ്മയുടെ തിരുമുടിയുമായി രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു. കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെട്ട തിരുമുടികൾ മഹാരാജാവ് നേരിട്ട് കണ്ട് വിലയിരുത്തി. ഈ സമയം കൊട്ടാരത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. കൊട്ടാരത്തിലുണ്ടായിരുന്ന തിരുമുടികൾ പീഠത്തിൽ നിന്നും ഉയർന്നു. ഇത് കണ്ട രാജാവ് ഞെട്ടി. ആരാണവിടെ? വെള്ളായണി അമ്മയുടെ ആഗമനമായിരുന്നു. അകത്ത് പീഠത്തിൽ കൊണ്ടുവയ്ക്കാൻ പൂജാരിയോട് ആജ്ഞാപിക്കുക. ശരി. വെള്ളായണി ദേവിയുടെ തിരുമുടി മറ്റ് തിരുമുടികൾ ബഹുമാനിക്കണമെങ്കിൽ ഈ തിരുമുടിയിൽ ദേവി ചൈതന്യം കൂടുതലായിരിക്കും. ഇത് നമ്മുടെ കൽപ്പന. വാത്തി വെള്ളായണിക്ക് മടങ്ങുക. ക്ഷമിക്കണം തമ്പുരാനെ, വെള്ളായണി അമ്മയുടെ തിരുമുടിയില്ലാതെ അടിയന് മടക്കമില്ല. വാത്തിയെ പുറത്താക്കി കൊട്ടാരവാതിൽ ബന്ധിക്കൂ. അരുത് തമ്പുരാൻ, അടിയനെ നിർബന്ധിക്കരുത്. തിരുവായ്ക്ക് എതിർവായില്ല. വാത്തിയെ പുറത്താക്കി കൊട്ടാരവാതിൽ ബന്ധിച്ചു. എങ്ങനെ ഞാൻ ഈ ദുഃഖം സഹിക്കും? ദുഃഖിതനായ കേളൻ കുലശേഖര വാത്തി കൊട്ടാര പരിസരത്ത് ചുറ്റിക്കറങ്ങി നടന്നു. ദുഃഖഭാരത്താൽ അദ്ദേഹം തളർന്നു. എനിക്ക് കുറച്ചു നേരം വിശ്രമിക്കണം. വാത്തിക്ക് സ്വപ്നത്തിൽ ദേവീ ദർശനം ഉണ്ടാകുന്നു. വാത്തി കരുവൻ പറയനെ കാണുക. കരുവൻ ഉപായം പറഞ്ഞു തരും. ദേവി അരുൾ ചെയ്തതുപോലെ വാത്തി കരുവന്റെ കുടിലേക്ക് പുറപ്പെട്ടു. കരുവ, എന്തു വേണം? ഞാൻ കേളൻ കുലശേഖര വാത്തി വെള്ളായണി ദേശത്തു നിന്നും വരുന്നു. കരുവൻ പറയനെ ഒന്ന് കാണണം. തന്റെ ഭർത്താവ് ഇവിടെ ഇല്ലെന്നും ഉടൻ തന്നെ എത്തിച്ചേരുമെന്നും വാത്തിയോട് അവിടെ വിശ്രമിക്കാനും ആ സ്ത്രീ പറഞ്ഞു. വാത്തി കരുവനെയും കാത്ത് അവിടെ ഇരുന്നു. ഓം നമ ശിവായ. ഇവിടെ ഇരിക്കുന്ന വ്യക്തി നിസ്സാരക്കാരനല്ല. ഒന്ന് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം. ഓം ശാന്തി ശാന്തി ശാന്തി. തന്റെ മുന്നിൽ ആൾമാറാട്ടം നടത്തിയ കരുവനെ കണ്ട് വാത്തി പുഞ്ചിരിച്ചു. മറുവിദ്യ കാട്ടാൻ വാത്തി തീരുമാനിച്ചു. പെട്ടെന്ന് രണ്ടാളും പൂർവ്വരൂപത്തിലേക്ക് മാറി പരസ്പരം ആലിംഗനം ചെയ്തു. വാത്തി തന്റെ ആഗമനോദ്ദേശം കരുവനെ അറിയിച്ചു. അതിൻ പ്രകാരം കരുവൻ വിശേഷപ്പെട്ട മന്ത്രം വാത്തിക്ക് ഉപദേശിച്ചു. തിരികെ കൊട്ടാരത്തിലെത്തിയ കേളൻ കുലശേഖര വാത്തി കരുവൻ ഉപദേശിച്ച വിശേഷപ്പെട്ട മന്ത്രം ഉപയോഗിച്ച് കൊട്ടാരവാതിൽ തുറക്കുകയും അകത്തുണ്ടായിരുന്ന തേജസ്സാർന്ന വെള്ളായണി അമ്മയുടെ തിരുമുടി കൈക്കലാക്കി കൊട്ടാരത്തിൽ നിന്നും മടങ്ങുകയും ചെയ്തു. പ്രകൃതി തന്റെ കരസ്പർശത്താൽ മനോഹരമാക്കിയ വെള്ളായണി, ആ മനോഹര ഭൂമിയിലേക്ക് കേളൻ കുലശേഖര വാത്തി വെള്ളായണിയുടെ അമ്മയെ തിരികെ എത്തിച്ചു.